നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ് ഈമാൻ എന്നുള്ളത്. അതിനേക്കാൾ വലിയൊരു നിഅമത്ത് ഇല്ല. ദുർബലരായ നമുക്ക് അല്ലാഹു അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈമാൻ തന്നു. നാം ഉംറക്കും ഹജ്ജിനും പോകുന്ന ഫ്ലൈറ്റ് കണ്ടുപിടിച്ച ആൾക്ക് ഈമാനില്ല. നമ്മുടെ ഈ മജ്ലിസ് പ്രൗഢമായി സംഘടിപ്പിക്കുന്നിടത്ത് പ്രകാശം പരത്തുന്ന ബൾബ് കണ്ടുപിടിച്ച ട്യൂബ് കണ്ടുപിടിച്ചവർക്ക് ഈമാനില്ല. ഇങ്ങനെ കുറെ ശാസ്ത്രജ്ഞന്മാർക്കും സയന്റിസ്റ്റുകൾക്കൊന്നും ഈമാനില്ല. ലോകത്തെ പണച്ചാക്കുകൾ, കോടീശ്വരന്മാർ, പലർക്കും ഈമാനില്ല. ഭരണാധികാരികൾക്ക് ഈമാൻ കിട്ടിയിട്ടില്ല. പലർക്കും ഒന്നിനും കൊള്ളാത്ത നമുക്കാണ് അല്ലാഹു റബ്ബിന്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നമുക്ക് ഈമാൻ തന്നേക്കുന്നത്. ഈ ഈമാനിനെ അതിന്റെ വില അറിഞ്ഞ് അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. രാവിലെ ഈമാനുള്ളവൻ വൈകുന്നേരം ഈമാനില്ലാത്തവനാവുന്ന കാലം വരുമെന്ന് ഇസ്ലാം പ്രവചിക്കുന്നുണ്ട്. ആ കാലത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത് എന്ന് ന്യൂ ലിബറൽ കാലത്ത് തെറ്റുകുറ്റങ്ങൾ അഭിമാനമാവുന്ന ഈ കാലത്ത് നമ്മൾ ആലോചിക്കണം. എന്റെയും നിങ്ങളുടെയും ഈമാൻ അറിയാതെ നഷ്ടപ്പെട്ടുകൂടാ. ഈമാനില്ലാതെ ഒരു മനുഷ്യൻ എന്ത് സുഹൃതം, എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല. ഈമാൻ ഉണ്ടായ ഒരു മനുഷ്യൻ എത്ര തെറ്റ് ചെയ്താലും ഒരു കാലത്ത് അയാൾ സ്വർഗത്തിലെത്തും. ഉദാഹരണം പറഞ്ഞാൽ ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് നൽകിയ മറുപടി, ഇസ്ലാമിലേക്ക് വരലോടുകൂടി എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കുമല്ലോ മോനെ. നബിയെ, ഞാൻ നൂറുകണക്കിന് കുട്ടികളെ ജീവനോട് കുഴിച്ചു മൂടിയിട്ടുണ്ട്. അത്രയും വലിയ തെറ്റ് ചെയ്ത ആളാണ് ഞാൻ. എനിക്ക് തൗബ ഉണ്ടാകുമോ, തെറ്റ് പുറത്തു തരുമോ എന്നാണ് ചോദ്യം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ മറുപടിയാണ്, ഈമാൻ ലഭിക്കലോടുകൂടി എല്ലാം പുറത്തു കിട്ടിയല്ലോ. ഈ ഈമാനിന്റെ വില എത്ര ആലോചിച്ചു നോക്കി. ഈ ഈമാൻ അറിയാതെ നാവിലൂടെ പല വാക്കുകളും വന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകൾ പിറവി കൊള്ളുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് സുന്നത്ത്! ഉസ്താദിനോട് പോയി പണി നോക്കാൻ പറയും. നിങ്ങളാരാ എന്റെ കാര്യം നോക്കാൻ? മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എന്റെ കാര്യത്തിൽ ഉമ്മ ഇടപെടണ്ട, ഉപ്പ ഇടപെടണ്ട, നിങ്ങൾ പോയി പണി നോക്കുക. നിങ്ങളുടെ അടുത്ത് വന്ന എന്തോ ഹറാമ്, അത് പാടില്ല, ഇത് പാടില്ല, അത് തെറ്റ്, ഇത് തെറ്റ് എന്ന് ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിഹസിക്കുന്ന കാലത്ത് നമ്മളെ ഈമാൻ എങ്ങനെയോ നഷ്ടപ്പെടുമോ എന്ന് നമ്മൾ ഭയപ്പെടും. സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേടിയാണ് മിൻ ഖിബലില്ലാഹി തആല അൻ യഖുദ മിൻഹുൽ ഈമാൻ. അല്ലാഹു എൻ്റെ ഈമാൻ ഊരിക്കളയുമോ എന്ന പേടി വേണം. ഒരാൾക്ക് തോന്നുകയാണ് എൻ്റെ ഈമാനൊന്നും നഷ്ടപ്പെടൂല, കാരണം ഞാൻ എത്ര കാലമായി മജ്ലിസിൽ പങ്കെടുക്കുന്നു, ഞാൻ എത്ര കാലം ഓതി പഠിച്ച ആളാണ്, ഞാൻ എത്രയോ ഉസ്താദുമാരുടെ അടുത്തുനിന്ന് കിതാബ് ഓതിയ ആളല്ലേ, എത്ര കാലം സംഘടനയിൽ പ്രവർത്തിച്ചു, എന്തെല്ലാം വഅള് പറഞ്ഞു കേട്ടു, മജ്ലിസുകളിൽ പങ്കെടുത്തു, ബുർദ ചൊല്ലി, എൻ്റെ ഈമാന നഷ്ടപ്പെടാനാ ഒരു സാധ്യതയില്ല എന്നൊരാൾക്ക് തോന്നിയാൽ ഒരാൾക്ക് തോന്നുകയാണ് എൻ്റെ ഈമാൻ നഷ്ടപ്പെടൂല, തീർച്ചയായിട്ടും അയാൾ ഈമാൻ നഷ്ടപ്പെട്ടിരിക്കുമെന്ന് സയ്യിദുനാ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു. മുല്ല അലി ഇബ്നുൽ ഖാരി റഹിമഹുല്ലാ ഈ വിഷയത്തിന് വേണ്ടി മാത്രം രചിച്ച കിതാബിൽ രേഖപ്പെടുത്തുന്നത് കാണാം.
ഒരാൾക്കും തോന്നാൻ പാടില്ല എൻ്റെ ഈമാൻ നഷ്ടപ്പെടൂല. എപ്പോഴും പേടി വേണം. നമ്മളിപ്പോ ഒരാള് മരണപ്പെട്ടു, പാൻഡമിക് സിറ്റുവേഷനിൽ കൊറോണയിലാണ് മരണപ്പെട്ടത്. മയ്യത്തിസ്കരിക്കാൻ ആരും വരുന്നില്ല, പ്രോട്ടോകോൾ കൊണ്ട്. തയമ്മം ചെയ്തിട്ട് നമ്മളെ ഖബറടക്കി. നമുക്ക് ആരും മയ്യത്തിസ്കരിക്കാൻ ഉണ്ടായിട്ടില്ല എന്ന് കരുതിക്കോളി. എന്നിപ്പോ എന്താ പ്രശ്നം? നമുക്ക് തോന്നും എന്തോ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇന്നത്തെ ജുമഅയിൽ, ഓരോ വെള്ളിയാഴ്ചകളിലും ജുമഅകളിൽ കോടിക്കണക്കിന് പള്ളികളിൽ അല്ലാഹുവേ മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പെടുവല്ലോ. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളുടെ മുഅ്മിനീങ്ങൾ ഉണ്ടാവും, ജീവിച്ചിരിപ്പില്ലാത്ത അഥവാ മരിച്ചുപോയവരുണ്ടാവും, അതിൽ നമ്മൾ പെടുവല്ലോ. ഇനിയിപ്പോ ഒരാൾ ഈമാനില്ലാണ്ടാ മരിച്ചുപോയത്. 28-ാം വയസ്സിൽ ഏതോ ഒരു ആലിമിന്റെ പ്രഭാഷണത്തെ ട്രോളിയിട്ട് കമന്റ് ബോക്സിൽ അവൻ ചിരിച്ചു. 2 മാലപ്പടക്കങ്ങൾ കൊടുക്കുകയായിട്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. അവന്റെ ഈമാൻ അങ്ങനെ ഉരുകിപ്പോയി എന്ന് കരുതുക. അയാൾ 65 വരെ ജീവിച്ചു, കിറ്റ് കൊടുത്തു, ഹജ്ജ് ചെയ്തു, സംഭാവന ചെയ്തു. അയാൾ ഈമാനില്ല. അയാൾക്ക് കോടിക്കണക്കിന് നാട്ടിൽ നിന്ന് മയ്യത്തിസ്കാരം കിട്ടിയിട്ട് എന്താ കാര്യം? അയാൾ എന്നെ നന്നാക്കാൻ അയാൾക്ക് കഴിയൂല. എന്നിട്ടല്ലേ ബാക്കിയുള്ളവരുടെ ദുആ അയാൾക്ക് ഫലിക്കാൻ? ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഈമാൻ നഷ്ടപ്പെടാതെ നമ്മൾ നോക്കണം. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത് ഏറ്റവും പ്രധാനമായിട്ട് 4 കാരണങ്ങൾ കൊണ്ടാണെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു. 4 തെറ്റുകുറ്റങ്ങളായിരിക്കും പലരുടെയും ഈമാൻ നഷ്ടപ്പെടുത്തുന്നത്. 1, ലഹരിയുടെ ഉപയോഗം, മദ്യപാനം. അതേത് പേരിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു തവണ പോലും അത് ഉപയോഗിച്ചുകൂടാ. ലോകത്തെ എല്ലാ ഫ്രൂട്ട്സും ജ്യൂസായിട്ടും ഷെയ്ക്ക് അടിക്കാൻ പറ്റുന്നത് അങ്ങനെയും കുടിച്ചോളിന്ന് അള്ളാഹ് പറഞ്ഞിട്ട് ഒരു വസ്തു മാത്രമേ അള്ളാഹു വിലക്കിയിട്ടുള്ളൂ. ആ മസ്ത് ഉണ്ടാക്കുന്നത് നീ ഉപയോഗിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പറ്റൂല. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒരു നല്ല ഒരു ശിഷ്യനുണ്ട്. നല്ലവണ്ണം മൂപ്പര് പഠിക്കും, നല്ലവണ്ണം പഠിക്കും. അടിപൊളി ശിഷ്യൻ, കിതാബ് നന്നായി തിരിയുന്ന ശിഷ്യൻ. ആ ചങ്ങായി മരണപ്പെടുമ്പോ യാസീൻ ഓതുമ്പോൾ അത് എന്റെ അടുത്ത് നിന്ന് ഓതണ്ടാന്നാ മൂപ്പര് പറയണത്. മൂപ്പർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി കൊടുത്തപ്പോൾ ഞാനത് ചൊല്ലൂല എന്ന് മൂപ്പര് വാശിയിൽ പറയാം. നീ അത് ചെല്ലിയില്ലെങ്കിൽ നിനക്ക് മയ്യത്തിസ്കരിക്കാൻ ഉസ്താദിനെ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് കൂട്ടാക്കണില്ല. മൂപ്പര് ഒന്നും ചൊല്ലാതെ അങ്ങോട്ട് മരണപ്പെട്ടു. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന് എത്ര ടെൻഷൻ ഉണ്ടായത്. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനല്ലേ ഇങ്ങനെ മരണപ്പെട്ടത്. 40 ദിവസം അതിന്റെ പേരിൽ ഫുളൈൽ തങ്ങൾ കരഞ്ഞു. 40 ദിവസം വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തും പോയിട്ടില്ല. ആ വിഷമം കൊണ്ട് ഇത്രയും മുന്നിലിരിക്കുന്ന ശിഷ്യൻ, ഇത്രയും കിതാബ് തിരിയുന്ന ശിഷ്യൻ എന്താ ഇച്ചങ്ങായിക്ക് പറ്റിപ്പോയത് എന്നുള്ളിടത്തോളം 40 ദിവസം കഴിഞ്ഞപ്പോ സ്വപ്നത്തിൽ കണ്ടു. എന്നിട്ട് എന്താ പ്രശ്നം പറഞ്ഞു തരാം. മൂപ്പര് 3 പ്രശ്നം പറഞ്ഞ കൂട്ടത്തിൽ ഒരു പ്രശ്നം പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഈമാൻ ഇല്ലാണ്ട് നരകത്തിലെത്താനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ മൂപ്പര് പറയുന്നത്, എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് ഞാൻ ആരും അറിയാതെ പോയപ്പോൾ വർഷത്തിൽ ഒരു ഗ്ലാസ് മദ്യം കുടിക്കാൻ, ലഹരി കഴിക്കാൻ എന്നോട് പറഞ്ഞു. ഞാനത് വർഷത്തിൽ ആരും അറിയാതെ കഴിക്കാറുണ്ട്. ഈ ചരിത്രത്തെ വിശദീകരിച്ചുകൊണ്ട് കിതാബുകളാകുന്ന മുഴുവൻ കിതാബുകളും പറയണ എന്താണെന്നറിയോ? അതും വർഷത്തിൽ ഒരു തവണ എന്നും മാത്രമല്ല, മരുന്നിനു വേണ്ടി എന്ന് പറഞ്ഞിട്ട് പോലും അത് കുടിച്ചതിന്റെ ഒരു ഫലം കണ്ടോ, അയാളുടെ മരണം കണ്ടോ? ലഹരി ഒരിക്കലും മരുന്നല്ല, ലഹരി രോഗമാണ്. കോളേജുകളിൽ സുലഭമായ കാലത്ത്, പെൺകുട്ടികളടക്കം ലഹരികളുടെ അഡിക്ഷനാകുന്ന കാലത്ത്, കൂട്ടുകാരെ, നമ്മുടെ ക്യാമ്പസ് ജീവിതം അത്രയും ശുദ്ധമായിരിക്കും. ഡിഗ്രി പഠിക്കുന്ന 3 വർഷമോ PGയുടെ 2 വർഷമോ അല്ല ജീവിതം. നമുക്ക് നാളെ ഒരു ജീവിതം വരാനുണ്ട്. അടിച്ചുപൊളിച്ച് തിമിർത്താടാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമുക്ക് മരണം എന്ന് പറയുന്ന ഒരു അവസാനം വരാനുണ്ട്. അതിനുശേഷമാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുക. 22ാമത്തെ വയസ്സിൽ ആക്സിഡന്റിൽ മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പരലോകത്തെത്തിയിട്ട് അവന്റെ ഏട് സ്വന്തം വായിക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. 15ാം വയസ്സിൽ പ്രായപൂർത്തിയായി,
പ്ലസ് 7 കൊല്ലം 22 വയസ്സ്. ഈ 7 കൊല്ലത്തെ ജസ്റ്റ് ഇയാളൊന്നിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ എന്തെല്ലാം അയാൾക്ക് വായിക്കാനുണ്ടാവും. എൻ്റെ ഡിഗ്രി കാലം, എൻ്റെ +2 കാലം, എന്തൊക്കെ വായിക്കാൻ. എന്ത് 22-ാം വയസ്സ്, 18-ാം വയസ്സിൽ മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ അവന്റെ സ്വന്തം ഏട് ഇങ്ങനെ വായിക്കുക. 3 വർഷം കൊണ്ട് 2,48,236 റീൽസ് ആയിട്ട് വീഡിയോസ് കണ്ടു എന്ന് വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു ദിവസം തന്നെ നമ്മളെ കുട്ടികൾ എത്രയാ റീൽസുകൾ കാണുന്നത്, എത്ര സ്റ്റോറികളുടെ പിന്നാലെ അവർ പോണത്. സുബ്ഹാന റബ്ബി, നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ വായിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം ഉണ്ടല്ലോ. ജീവിതത്തിൽ ഒരു തവണ പോലും ലഹരിയോ അതിനോട് ചേർന്നതോ നമ്മുടെ ചുണ്ടിൽ വരാൻ പാടില്ല. അള്ളാഹു നമ്മളെ മക്കളെയും നമ്മളെ എല്ലാം സലാമത്താക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ജനിച്ചാൽ ജനിച്ച അന്ന് രാത്രി 7 തവണ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖദർ ഓതി മന്ത്രിച്ചാൽ ആ കുട്ടി, വിശേഷിച്ച് പെൺകുട്ടികൾ, ചെയ്യാൻ സാധ്യതയുള്ള ഒരു തെറ്റും അവർ ചെയ്യൂല. സെക്ഷുവലായിട്ടുള്ളതും മറ്റു വൃത്തികേടുകളൊക്കെ വർദ്ധിച്ച കാലത്ത് ഇത്തരത്തിലുള്ള ആത്മീയ മരുന്നുകളിൽ നമ്മൾ കൂടുതൽ തവക്കുലാക്കണം. 7 തവണ ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതി മന്ത്രിക്കുക പ്രസവിക്കപ്പെട്ട അന്ന് രാത്രി. എങ്കിൽ ആ കുട്ടികൾ ഒരു തെറ്റിലും പെടൂല എന്ന് ഇബ്രാഹിമുൽ ലഖാനി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അഥവാ ജൗഹറത്തുൽ തൗഹീദിന്റെ മുസന്നിഫ്.